സംസ്ഥാന കേരളോത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 11 വരെ കോതമംഗലത്ത് വെച്ചാണ് സംസ്ഥാന കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. മന്ത്രി പി രാജീവ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടിയാണ് സംസ്ഥാന കേരളോത്സവത്തിന് കോതമംഗലത്ത് തുടക്കം കുറിച്ചത്. ഘോഷയാത്ര MD വാസുദേവൻ നായരുടെ പേരിലുള്ള കേരളോത്സവത്തിന്റെ 1ാം വേദിയിൽ എത്തിച്ചേർന്നതോടുകൂടി പൊതുസമ്മേളനം ആരംഭിച്ചു. മന്ത്രി പി രാജീവ് കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു. ചരിത്ര വസ്തുതകൾ ഉൾക്കൊള്ളുന്ന കലാപ്രകടനങ്ങളെ ഭരണകൂടം ഭയപ്പെടുകയാണെന്ന് മന്ത്രി പറഞ്ഞു. വിശാലമായ മാനവികത, നീതിബോധം ഇതൊക്കെ ശക്തിപ്പെടുത്തുന്നതിൽ കലയ്ക്ക് അതിൻ്റേതായ പങ്ക് വഹിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ കല ആവിഷ്കാരത്തിൽ ചില ചരിത്ര സംഭവങ്ങൾ ചെറുതായി പ്രതിപാദിച്ചാൽ പോലും വലിയ തോതിലുള്ള ആക്രമണം നേരിടേണ്ടി വരുന്നു. ഇപ്പോൾ എമ്പുരാൻ സിനിമയെ ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏതെല്ലാം രൂപത്തിലാണ് അതിപ്പോൾ പല മേഖലകളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആളുകൾക്ക് തോന്നും ഇങ്ങനെ ചെയ്താൽ കുറച്ച് കഴിയട്ടെ, എന്തെങ്കിലും നോക്കണം എന്ന് തോന്നും. ഇപ്പം അപ്പം തന്നെ കൊടുത്താലല്ലേ മനസ്സിലാവും. ഇനി ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്ന സന്ദേശം നൽകാനായി ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും ചരിത്രത്തെ ഈ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന സന്ദേശം നൽകാൻ ഭരണ സംവിധാനങ്ങൾ ശ്രമിക്കുന്നു. കോതമംഗലം MLA ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S സതീഷ് സ്വാഗത പ്രസംഗം നടത്തി. 6 വേദികളിലായി കലാമത്സരങ്ങളും കോതമംഗലം MA കോളേജ് ഗ്രൗണ്ടിലും സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിലുമായി കായിക മത്സരങ്ങളും നടക്കും. കൈരളി ന്യൂസ്, കൊച്ചി.